എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ബിരിയാണി റെസിപ്പി നോക്കിയാലോ. ഇതിനാവശ്യമായിട്ട് 4 ചെറിയ സവാള നീളത്തിൽ കട്ട് ചെയ്ത്, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ്, 1 സ്പൂൺ ഓയിൽ, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഗരം മസാല ബിരിയാണി മസാല 2 സ്പൂൺ, ഇത്രയും ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്ത് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. ഒറ്റ വിസിലടിഞ്ഞാൽ മതി. പിന്നെ 250 ml ഗ്ലാസ്സിൽ 2 ഗ്ലാസ് ജീരകശാല അരി നന്നായി കഴുകി വൃത്തിയാക്കി 1 അവറെങ്കിലും മിനിമം സോക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ പ്രഷർ കുക്ക് ചെയ്തെടുത്ത സവാളയുടെ മസാല. ഇതിലേക്ക് 1/2 kg ചിക്കൻ, തക്കാളി, 3 വലിയ സ്പൂണ് തൈര്, പിന്നെ മല്ലിച്ചപ്പ് പുതിന ചെറുതായി കട്ട് ചെയ്ത്, 1 ചെറിയ സ്പൂണ് കുരുമുളക് പൊടി, ഇത്രയും നന്നായി മിക്സ് ചെയ്ത് 2 വിസിൽ വരുന്നത് വരെ പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്ത് ഈ ഒരു മസാല ബിരിയാണി പോട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. മസാല പ്രിപ്പയർ ചെയ്ത സെയിം കുക്കറിൽ നമുക്ക് റൈസ് വേവിച്ചെടുക്കാം. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള മെഷർമെൻറ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. മീഡിയം ഫ്ലെയിമിൽ 1 വിസിൽ വന്നു കഴിഞ്ഞാൽ കുക്കർ ഓഫ് ചെയ്തിടണം. ബിരിയാണി പോട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത മസാല വെള്ളം വറ്റിച്ച് കുറുക്കിയെടുക്കണം. പക്ഷെ ചെറിയ ഗ്രേവിയോടെ തന്നെയാണ് ഞാനിവിടെ ദം ചെയ്തെടുക്കാൻ പോണത്. മസാലയുടെ മുകളിലേക്ക് നമ്മുടെ വേവിച്ചെടുത്ത റൈസ് സ്പ്രെഡ് ചെയ്ത് ഏറ്റവും മുകളിൽ മല്ലിച്ചപ്പും ഫ്രൈഡ് കാഷ്യൂസ്, റേസൻസ് ആൻഡ് ഓണിയനും കൂടെ ഇട്ട് കൊടുക്കണം. ഓയിൽ യൂസ് ചെയ്ത് പാൻ ടൈറ്റായി ക്ലോസ് ചെയ്ത് ഒരു 15 മിനിറ്റ്സോളം ലോ ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഈസിയസ്റ്റ് ആൻഡ് ഹെൽത്തിയസ്റ്റ് വേർഷൻ ഓഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. 1 സ്പൂൺ ഓയിൽ ആൻഡ് 1 സ്പൂൺ ഗീ മാത്രമേ ഈ ഒരു ബിരിയാണിക്ക് വേണ്ടിയിട്ട് ആവശ്യമായി വന്നിട്ടുള്ളൂ. അപ്പോൾ എന്നെപ്പോലത്തെ ബിരിയാണി ക്രേവിങ്സ് ഉള്ള ആളുകൾക്ക് ഇടയ്ക്കിടയ്ക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി വേർഷൻ ഓഫ് ബിരിയാണി കൂടിയാണ് ഈ ഒരു ബിരിയാണിയുടെ റെസിപ്പി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നമ്മുടെ നോർമൽ ആ ഒരു പ്രിപ്പയർ ചെയ്യുന്ന ബിരിയാണിയുടെ ടേസ്റ്റുമായിട്ട് വലിയ ഡിഫറൻസ് ഒന്നും ഈ ബിരിയാണിക്കില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കില്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.